കൊച്ചുകുട്ടികൾ തന്നെ സ്കേറ്റ് ചെയ്യാൻ പഠിക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. കാരണം ഇന്ന് ഇവർ രണ്ടുപേരും 2 ദിവസമേ ആയിട്ടുള്ളൂ സ്കേറ്റിംഗ് ഷൂ മേടിച്ചിട്ട്. ആളതേ സ്കേറ്റിംഗ് ഷൂവിൻ്റെ മുകളിൽ കയറിയാണ് ഇപ്പം നിൽക്കുന്നത്. അത്രയും ബാലൻസായി. കാരണം 2 ദിവസം കൊണ്ടാണ് ഇവർ രണ്ടുപേരും സ്കേറ്റിംഗ് പഠിച്ചത്. അതായത് വീട്ടിൽ നമ്മൾ സ്കേറ്റിംഗ് ഷൂ മേടിച്ചുകൊണ്ട് വന്നു. പേരൻസ് ആരെങ്കിലും പുറകിൽ ഇവർക്കൊന്ന് ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ ദിവസം കയ്യിലൊക്കെ പിടിക്കേണ്ടതായിട്ട് വരും, അവർക്കതൊരു ബാലൻസ് കിട്ടാൻ വേണ്ടി. ഒരു ദിവസം ഒരു 10-15 മിനിറ്റ്. കാരണം അവർ മടുക്കത്തില്ല, പക്ഷെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മടുക്കും. കുറച്ച് നേരം അവരുടെ ഒപ്പം ഇങ്ങനെ അവരുടെ കൈ പിടിച്ച് ഇങ്ങനെ കുറച്ച് അവരെ ഒന്ന് ആദ്യത്തെ തവണയൊക്കെ 2 സൈഡിലേക്കും കാലൊക്കെ പോവും. അത് കഴിഞ്ഞ് പിന്നെ ഇവരുടെ ദേഹത്തു നിന്ന് നമ്മുടെ കൈ ഒന്ന് വിട്ട് തന്നെ ബാലൻസ് ചെയ്യുന്ന രീതിയിലേക്ക് ഇവർ വരും. ശരിക്കും പറഞ്ഞാൽ സൈക്കിൾ ബാലൻസ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ബാക്ക് സൈഡിൽ നമ്മുടെ കൈ എപ്പോഴും ഒരു സപ്പോർട്ട് ഇവരുടെ ദേഹത്തേക്ക് കൊടുക്കണ്ട, എന്നാലും ഇൻ കേസ് പുറകോട്ട് വീണ് കഴിഞ്ഞാൽ പിടിക്കാവുന്ന രീതിയിലേക്ക് നമ്മളെപ്പോഴും ഒന്ന് ഒരു മെഴുകുതിരി കെടാതെ നമ്മൾ കൊണ്ടുപോകത്തില്ലേ, അതുപോലെ നമ്മുടെ കൈ ഒന്ന് ഇവരുടെ ബാക്ക് സൈഡിലേക്ക് കൊണ്ടുവരണം. അത് കഴിഞ്ഞ് നമ്മൾ പുറകോട്ടേക്ക് ചിലപ്പം പോവും. നമുക്ക് പെട്ടെന്ന് സേഫ്റ്റിക്ക് വേണ്ടി പെട്ടെന്ന് അവർക്ക് അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു സേഫ്റ്റിക്ക് അങ്ങനെ ഒരു 2 ദിവസവും അങ്ങനെ നമ്മളൊന്ന് കൂടെ നിൽക്കുമ്പം ഇവർ ജസ്റ്റ് അവർക്ക് ആ ബാലൻസ് ഇവർക്ക് തന്നെ വരുവാണ്. ഏകദേശം ഇവർ പഠിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇവർ പഠിച്ചു. ആദ്യം നമ്മൾ ഒരു ട്രെയിനിങ് ഒക്കെ കൊടുക്കണമെന്ന് വിചാരിച്ച് ട്രെയിനിങ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഇവർ പഠിക്കുകയുള്ളൂ എന്നുള്ളൊരു ധാരണയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ വീട്ടിൽ സേഫ്റ്റി മസ്റ്റാണ്. ഹെൽമെറ്റ് ശരിക്കും ഇത് ഷൂ ധരിക്കുന്നതിന് മുമ്പ് ഹെൽമെറ്റ് ഇടണം. ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ ഷൂ ഇടാൻ പറ്റുകയുള്ളൂ. കാരണം ഷൂ ഇട്ട് കഴിഞ്ഞ് എങ്ങാനും എഴുന്നേൽക്കുന്ന വഴിക്ക് വീണ് കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ തലയൊന്ന് പുറകിലിടിക്കും. അതുകൊണ്ട് ഹെൽമെറ്റ് വേണം ആദ്യം നിങ്ങൾ ഇടാൻ വേണ്ടി. നീലിംഗ് പാഡ് ഇല്ലേലും കുഴപ്പമില്ല. നീലിംഗ് പാഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സേഫ്റ്റി ആയിരിക്കാം. കാരണം മുട്ടിടിച്ചൊക്കെ വീഴുമ്പോഴത്തേന്. അപ്പം നിങ്ങളുടെ സേഫ്റ്റിയെ ഇത് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നിങ്ങൾ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ സ്കേറ്റിംഗ് ഷൂ പോലത്തെ ഉള്ള കുറച്ച് റിസ്ക്കിയാണെന്ന് വെച്ചാൽ അപകടം കൂടുതലുള്ള സ്പോർട്സിൽ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് കുട്ടികളാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കെയറിങ് അവർക്ക് കൊടുക്കണം. പക്ഷേ ഇവർ ഇത് എളുപ്പം പഠിക്കും. ഒരു ട്രെയിനറിൻ്റെയും ആവശ്യമില്ലാതെ തന്നെ ഇവർ പെട്ടെന്ന് സ്കേറ്റിംഗ് ചെയ്യാനായിട്ട് പഠിക്കും. പിന്നെ നിങ്ങൾക്ക് കോമ്പറ്റീഷനും മറ്റ് കാര്യങ്ങളിലുമൊക്കെ പോകാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ മസ്റ്റായിട്ട് ഒരു ട്രെയിനറിനെ പോയി കണ്ട് അവർക്ക് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ അറിയുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ഒരു നല്ലൊരു ട്രെയിനറെ കണ്ട് അവരുടെ കീഴിൽ ട്രെയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള അവസരങ്ങൾ സ്കേറ്റിംഗ് മേഖലയിൽ നമുക്ക് കിട്ടും. പിന്നെ ഇതിനോട്ടൊരു പാഷൻ മാത്രമല്ല, ഇതിനകത്തൊരു ഓടിക്കാൻ ഒരു ആഗ്രഹം മാത്രമാണെങ്കിൽ വീട്ടിൽ തന്നെ പേരൻസ് ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. തുടക്കത്തിൽ അവർ 2 ദിവസം കൊണ്ട് തന്നെ ഇവർ തന്നെ സ്കേറ്റ് ചെയ്യാനായിട്ട് പഠിക്കും. ഒരു കോൺഫിഡൻസ് ഇവർക്ക് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് സ്കേറ്റ് ചെയ്യാൻ ഇപ്പോഴും വാശി പിടിച്ച് സ്കേറ്റിംഗ് ഷൂവിന് വാശി പിടിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അവർക്ക് മേടിച്ചു കൊടുക്കാം. പിന്നെ വീടുകളിൽ സ്കേറ്റ് ചെയ്യാൻ അത്യാവശ്യം ഇട കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഡെക്കാത്തലോൺ പോലെയുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുവാണെങ്കിൽ നമുക്ക് സ്കേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ കുറച്ചും കൂടെ സേഫ് ആയിരിക്കും. കാരണം ഒരുപാട് പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ നമുക്കുള്ളതുകൊണ്ട്. പിന്നെ എപ്പോഴും ഡെക്കാത്തലോണിൽ വരുമ്പോൾ ഈ സാധനത്തെ ചാടണമെന്ന് വളരെയധികം താല്പര്യമുള്ള ഒരാളാണ്. ട്രാമ്പിളിനോ അങ്ങനെ എന്തോ അല്ല ഇതിൻ്റെ പേര്, കറക്റ്റായിട്ട് അറിയാവുന്നവരാണെ പറഞ്ഞു തരിക. ഇന്ന് ഇതിൽ ആരുമില്ല, അതുകൊണ്ട് ആളങ്ങ് അറുമാതിച്ചങ്ങ് ചാടുവാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.